ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ വളരെ രുചികരവുമായിട്ടുള്ള ഒരു ടീ ടൈം കേക്കാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നുണ്ടാക്കി നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ഗീ കേക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ള ഉപ്പ്, ഇവയെല്ലാം കൂടി അരിച്ചെടുക്കാം. ഇതുപോലെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ കേക്ക് കൂടുതൽ സോഫ്റ്റായി കിട്ടും. ഇനി ഇത് ഒരു വിസ്കോ സ്പൂണോ വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കാം. ഇനി മറ്റൊരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഫ്രിഡ്ജിലോ മറ്റോ ഇരുന്നതാണെങ്കിൽ വെളിയിൽ വെച്ച് റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഒത്തിരി മെൽറ്റായിരിക്കുന്ന നെയ്യ് എടുക്കരുത്. മെൽറ്റായ നെയ്യ് എടുത്താൽ കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇതിലേക്ക് 1 കപ്പും 2 ടേബിൾ സ്പൂണും പൊടിച്ച പഞ്ചസാര കൂടി ചേർക്കാം. പഞ്ചസാര നന്നായി പൊടിച്ച് നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം. ഇവ ഒരു സ്പാറ്റില ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാരപ്പൊടി പറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ലൊരു ക്രീം പരുവത്തിൽ കിട്ടണം. മീഡിയം സ്പീഡിൽ ഏകദേശം 1 മിനിറ്റോളം ബീറ്റ് ചെയ്താൽ മതിയാകും. ഇലക്ട്രിക് ബീറ്ററിന് പകരം വിസ്ക് വെച്ച് ബീറ്റ് ചെയ്താലും മതി കേട്ടോ. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നല്ല ക്രീം പരുവത്തിലായിട്ടുണ്ട്. സ്പാറ്റില വെച്ച് സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ തൂത്തിട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേക്കിനായി ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് ബീറ്റർ ഉപയോഗിച്ച് ലോ സ്പീഡിൽ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് തൂത്തിട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയം ബേക്ക് ചെയ്യാനുള്ള ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ പാല് തിളപ്പിച്ച് ചൂടാറ്റി റൂം ടെമ്പറേച്ചറിൽ ആക്കി വെച്ചിരുന്നതാണ്. ഇതും നന്നായി യോജിപ്പിച്ചെടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള ആപ്പിൾ ക്രംബിൾ കേക്കിൻ്റെയും പൗണ്ട് കേക്കുകളുടെയും റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. ഇപ്പോൾ പാൽ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് കമ്പൈൻ ചെയ്തെടുക്കണം. ഓവറായിട്ട് മിക്സ് ആകരുത്. അവസാനം നമുക്ക് സ്പാറ്റില വെച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗീ കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനാണ് എടുത്തിരിക്കുന്നത്. പാനിൽ നെയ്യ് തൂത്തിട്ട് എല്ലാ സൈഡിലും ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ബാറ്ററിൽ വലിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടി ഒരു സ്റ്റിക്ക് വെച്ച് ചുറ്റിച്ചു കൊടുക്കണം. അവസാനം 2 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് പ്രീഹീറ്റ് ആയിരിക്കുന്ന ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം. 160 ഡിഗ്രി സെൽഷ്യസിൽ 25 മുതൽ 30 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഈ കേക്ക് നമുക്ക് വേണമെങ്കിൽ അടുപ്പിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്താൽ മതിയാകും. നല്ല ഒരു മണം വരുമ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്നൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാം. സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. മുകൾ ഭാഗം നല്ല കളറും ആയിട്ടുണ്ട്. എനിക്കിവിടെ 30 മിനിറ്റിലാണ് ബേക്കായി കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ ഒരു ടവലിട്ട് മൂടി വയ്ക്കുകയാണെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോകാതെ നല്ല സോഫ്റ്റായി കിട്ടും.
ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാവൂ. നമ്മുടെ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ കേക്ക് നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.